ശ്രീ ശങ്കുട്ടിദാസ്, പിണറായി വിജയൻ കേരളത്തിന്റെ സംസാരിച്ചിരുന്നു. അവരല്ല സംസാരിച്ചത്, ഞാൻ പി എ മുഹമ്മദ് റിയാസിനോടാണ് സംസാരിച്ചത്. സജീഷിനെ കേട്ടു. ഇപ്പൊ നമ്മൾ വെറുതെ സംസാരിച്ച സമയം കളയുകയാണ് അവർക്ക് കൊടുത്തത്. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവാണ് എന്ന് BJP സമ്മതിക്കുന്നുണ്ടോ ഇന്ന്? എന്തിനാണത് സമ്മതിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. 2016 മെയ് 31 കെ സുരേന്ദ്രൻ, അന്നത്തെ BJP അധ്യക്ഷനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനം വരി അങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ: 1 ദേശീയപാത വികസനം, 2 ഗെയിൽ പാതക പൈപ്പ് ലൈൻ പൂർത്തീകരണം. ഏറ്റവും അവസാനം ഇതാണ്: ഇതിൽ 2ലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. അത് കെ സുരേന്ദ്രൻ വ്യക്തിപരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സമയത്ത് കെ സുരേന്ദ്രൻ വ്യക്തിപരമായി ഇട്ടതല്ല, അന്ന് BJPയുടെ അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ. ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈലിൽ നിന്ന് ഇട്ടിട്ടുള്ളതല്ലേ? ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോളൂ. ഈ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ചോദിച്ചോളൂ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അങ്ങനെ പിണറായി വിജയൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിന്റെ നാഷണൽ ഹൈവേ വികസനത്തിന്റെ ചരിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. 2009 വരെ VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയുണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു നിലപാട്? കേരളത്തിൽ 45 മീറ്റർ നാഷണൽ ഹൈവേ പറ്റില്ല. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം മാനിച്ചുകൊണ്ട് കേരളത്തിൽ 30% ആക്കിയിട്ട് നാഷണൽ ഹൈവേയുടെ വിടുത്ത് നിജപ്പെടുത്തണമെന്ന ദേശീയ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിന് മാത്രം, കേരളത്തിനും ഗോവയ്ക്കും ജനസാന്ദ്രത കൂടിയിട്ടുള്ള വീതി കുറവായിട്ടുള്ള സംസ്ഥാനങ്ങളായതുകൊണ്ട് 30 മീറ്റർ വീതി മതി എന്നൊരു നിലപാടെടുത്തു. ആ നിലപാട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതിരുന്ന ഘട്ടത്തിൽ UDF സർക്കാർ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിനെ പോയി കൺവിൻസ് ചെയ്ത് 30 മീറ്റർ മതി എന്ന് നിശ്ചയിച്ചു. ഇത് പിന്നീട് മുന്നോട്ട് പോകാതിരുന്നിട്ടാണ് അവസാനം 2015 നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന V മുരളീധരൻ ഒരു ഡെലിഗേറ്റ് സംഘത്തെയും കൂട്ടി അന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയെ പോയി കണ്ട് ശാസ്ത്രീയമല്ല ഈ 30 മീറ്റർ വീതിയുള്ള നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്, 45 മീറ്ററെങ്കിലും വീതി ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് അത് അപരിഹാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 45 മീറ്റർ ആയിട്ടേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ കിട്ടുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അത് സമ്മതിക്കേണ്ടി വന്നു. 30 മീറ്റർ എന്നുള്ള പിടിവാശി അവസാനിപ്പിച്ചിട്ട് 45 മീറ്ററായി. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ ഈ പറഞ്ഞ കാര്യം നമ്മൾ നടത്തിയിരുന്നെങ്കിൽ, നമ്മൾ 30 മീറ്റർ വീതിയിലാണ് നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു കേരളത്തിന്റെ ഭാവി? ശരി, എന്നിട്ട് അതിനുശേഷം ഈ പറയുന്ന പോലെ സജീഷ് പറഞ്ഞതുപോലെ 25% കോമ്പൻസേഷൻ ആയിട്ടോ നഷ്ടപരിഹാരമായിട്ടോ അല്ല ഈടാക്കിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നാഷണൽ ഹൈവേയുടെ പണി തങ്ങളുടെ സംസ്ഥാനത്ത് വേഗം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫറായിട്ട് കേന്ദ്ര സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്നതാണ് ലാൻഡ് അക്വിസിഷന്റെ കോസ്റ്റിലെ ഒരു ഭാഗം ഞങ്ങൾ ബെയർ ചെയ്തോളാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ലാൻഡ് അക്വിസിഷന്റെ ചാർജ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 1 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ 100 കോടി രൂപ ചെലവുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. കാരണം അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, ജനസാന്ദ്രതയുണ്ട്. ഒരു 10 മീറ്ററിനുള്ളിൽ 2 വീടുകൾ ഉണ്ടാവും. അത്രയും ആൾക്കാരെ കൂടി ഒഴിപ്പിക്കണം, അത്രയും ആൾക്കാരുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യണം, അത്രയും കോസ്റ്റ് ഉണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ലാൻഡ് അക്വയർ ചെയ്യാന്നുള്ളത് പ്രയാസമായപ്പോൾ സംസ്ഥാന സർക്കാരിനോട് 25% ബെയർ ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കൂ, UP 50% ബെയർ ചെയ്യുന്നുണ്ട്. 2300 കോടി രൂപ UP കൊടുത്തിട്ടുണ്ട്. അവിടെ 2300 കോടി മതി 50% എന്ന് പറഞ്ഞ കാരണം ആകെ 5000 കോടി രൂപയാണ് ലാൻഡ് അക്വിസിഷന്റെ ചാർജ് വരുന്നത്. കർണാടക 50% എടുക്കുന്നുണ്ട്, ബീഹാർ 100%. ഇപ്പോൾ ഈ അവസാനം നടത്തിയുള്ള പ്രോജക്റ്റിൽ ബീഹാർ 100% ലാൻഡ് അക്വിസിഷൻ്റെ കോസ്റ്റ് അവരാണ് എടുക്കുന്നത്. തമിഴ്നാട് തെലങ്കാനയൊക്കെ 50% വെച്ച് എടുക്കുന്നുണ്ട്. 3500 കോടി രൂപ ഹരിയാന സർക്കാർ ലാൻഡ് അക്വിസിഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയോ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് GST വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈ GSTയിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ പണി നടക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്, കേന്ദ്രത്തിൻ്റെ മാത്രം ആവശ്യമല്ല. അതുകൊണ്ട് അത് വേഗം നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കുകയും അതിലേക്ക് പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 25% ചെയ്യാൻ. ആദ്യം 50% ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അത് 25% ആക്കി. പിന്നീട് 25% കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു. അന്ന് നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞു 25% എടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനത്തെ കേരള സർക്കാർ പിന്മാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നു സ്റ്റേറ്റ് GST വേണ്ടെന്ന് വെക്കാൻ, സ്റ്റേറ്റ് GST റിലിൻക്വിഷ് ചെയ്യാൻ പറഞ്ഞു. അവസാനം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന 25% കൊടുക്കാമെന്ന് പറഞ്ഞത് 27,000 കോടി രൂപ ആകെ അക്വിസിഷൻ ചാർജ് ആണെങ്കിൽ 25% എന്ന് പറഞ്ഞാൽ 6,750 കോടി രൂപയാണ്. 6,750 രൂപ കൊടുത്തില്ല, പകരം 5,500 കോടി കൊടുത്തിട്ട്
ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം നിർബന്ധിച്ച് അവസാനം കഴിഞ്ഞ വർഷം ഏപ്രിൽ 2025 സ്റ്റേറ്റ് GST വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ചത്. അങ്ങനെ ഈ കാര്യത്തിൽ പരമാവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മുട്ടാപ്പോക്കളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് മുന്നോട്ട് സെപ്റ്റംബർ 2018 BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എഴുതിയ ഒരു കത്ത്, അതിന്റെ അവസാന വരി ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഓൾസോ റിക്വസ്റ്റഡ് ടു കീപ് ദ ലാൻഡ് അക്വിസിഷൻ പ്രൊസീഡിംഗ്സ് ഇൻ അബയൻസ് ഫോർ എ വൈൽ. കുറച്ച് കാലത്തേക്ക് ഒന്ന് നിർത്തി വെക്കണം ഭൂമി ഏറ്റെടുക്കുന്നത്. നിങ്ങളുടെ അധ്യക്ഷൻ എഴുതിയ കത്താണ് സെന്ററിന്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു? വയൽക്കിളികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഒറ്റ സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ ബോംബെ മുതൽ കന്യാകുമാരി വരെയുള്ള മറ്റേതെങ്കിലും സംസ്ഥാനം 1 രൂപ കൊടുത്തിട്ടുണ്ടോ? പറയട്ടെ. ശംഖു വയൽക്കിളികളുടെ കാര്യം ഓർമ്മിപ്പിച്ചതുകൊണ്ട് ചില ദൃശ്യങ്ങൾ ഞാൻ ശംഖുവിനൊന്ന് കാണിച്ചു തരാം. ശരി സജീഷ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ശംഖുവിനോട് ചോദിച്ചോട്ടെ. ദേശീയപാത വികസനത്തിനെതിരെ ബംഗാളിലെ നന്ദിഗ്രാമിൽ മണ്ണും കൊണ്ടുവന്ന് സമരം ചെയ്ത പാർട്ടിയുടെ പേര് BJP എന്നാണ്. അന്ന് BJPയുടെ അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സമരവേദിയിൽ എത്തിയിരുന്നത്. ആ ദൃശ്യങ്ങൾ വേണം ഞാൻ ശംഖുവിന് കാണിച്ചു തരാം. ഇപ്പം കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നന്ദിഗ്രാം ആവർത്തിക്കുമെന്ന് പറഞ്ഞത് രാഹുൽ സിൻഹയാണ്. ഈ രാഹുൽ സിൻഹയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് രാജ്യസഭ MP ആയത്. ശ്രീമതി ആര്യ, എനിക്ക് സംസാരിക്കാമോ? നിങ്ങളുടെ ഊഴം കഴിഞ്ഞോ? പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുമ്പോൾ കയറി ഇടപെടുന്നത് ശരിയല്ല. ഞാൻ സജീഷിനോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ കയറി ഇടപെടുന്നത് ശരിയല്ല, അത് ശരിയല്ല സജീഷ്. ഞാൻ ചോദിക്കുന്നുണ്ട്. 3 പ്രതിനിധികളുള്ള ചർച്ചയാണിത്. ഇടതുപക്ഷത്തിന് 3 പ്രതിനിധികളുണ്ട്. ആദ്യം 10 മിനിറ്റ് മുഹമ്മദ് റിയാസ് സംസാരിച്ചു, സജീഷ് ഉണ്ട്, ആര്യയും ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള 5 മിനിറ്റോ 5.5 മിനിറ്റോ നിങ്ങൾ കയറി ഇടപെടുന്നത് ശരിയല്ല. നോക്കൂ, നിങ്ങൾ BJPക്കെതിരെയുള്ള എല്ലാ തെളിവുകളും സമാഹരിച്ച് എല്ലാ മുൻ അധ്യക്ഷന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ മറ്റ് കേന്ദ്ര നേതാക്കന്മാരുടെ പ്രസ്താവനകളോ ഒക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവുക. ഞാനൊരു ഡാറ്റ മാത്രം നിങ്ങളുടെ അടുത്ത് പറയാം. ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് നിഷ്പക്ഷത ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കിക്കോളും. 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ, 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നവരെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ തോത് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ പെർ ഡേ ആണ്. ഒരു ദിവസം ഇന്ത്യയിൽ 13 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ വേഗത എന്ന് പറയുന്നത് 36 കിലോമീറ്റർ പെർ ഡേ ആണ്. ഒരു ദിവസം 36 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. ഇത് 17ആയി, 20ആയി, 27ആയി, 34ആയി, ചൈനയെ ഓവർകം ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡായി. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ നാഷണൽ ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ല, ഇത് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാവുന്നതാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലാകെ 93,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ 1,60,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ട്. അതായത് ഏതാണ്ട് ഇരട്ടിയോളമായി നാഷണൽ ഹൈവേയുടെ ആകെ എക്സ്റ്റെൻഡ്. 60 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ അത്ര തന്നെ നാഷണൽ ഹൈവേകൾ നരേന്ദ്രമോദിയുടെ സർക്കാർ 15 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഒരു മിടുക്കൊണ്ടല്ല, ഇത് ആർജവമുള്ള ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അതായത് കേന്ദ്ര സർക്കാരും. ഞാൻ ഒന്നുകൂടി പറയട്ടെ, മുഴുവനാക്കട്ടെ. ഈ പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഏതാ? ഈ 623 കിലോമീറ്ററുള്ള കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ്. അതിന്റെ പ്രോജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 67,000 കോടി രൂപയാണ്. നിങ്ങൾ ആലോചിക്കണം, അതിൽ 27,000 കോടി രൂപ ലാൻഡ് അക്വിസിഷൻ ചാർജും 40,000 കോടി രൂപ പ്രോജക്റ്റിന്റെ കൺസ്ട്രക്ഷൻ ചാർജുമാണ്. ഈ കൺസ്ട്രക്ഷൻ ചാർജ് പൂർണ്ണമായിട്ട് കേന്ദ്രമാണ് വഹിക്കുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ വഹിക്കുന്നു. അതിലൊരു ശതമാനം പോലും സംസ്ഥാനം വെക്കുന്നില്ല. ലാൻഡ് അക്വിസിഷൻ ചാർജ്, ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ട സ്ഥലം അത് അക്വയർ ചെയ്യാനുള്ള ചാർജിലാണ് 25% സംസ്ഥാനം വെക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് ആ 25% വെച്ചിട്ടില്ല. സംസ്ഥാന GST 2025 ഏപ്രിൽ വരെ ഒഴിവാക്കി കൊടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ ഇത് 87,000 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്ത് പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസം പോലും നാഷണൽ ഹൈവേയുടെ പണി മുടങ്ങിയിട്ടില്ല. 87,000 കോടി രൂപ ചെലവിൽ ഈ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി 1,750 കിലോമീറ്റർ, ഇവിടെ ഉണ്ടായ അപകടങ്ങൾ എന്തുകൊണ്ടാണ് 2 റീച്ച് മാത്രം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്? തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഒക്കെ ദേശീയപാതയുടെ പണി ഏത് രീതിയിലാണ്? എല്ലായിടത്തും 80%, ഇവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ 40% പോലും ആയിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഈ നാഷണൽ ഹൈവേയുടെ പണി എല്ലാ പണിയും തീർന്നിട്ട് ഒരുമിച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ 543 കിലോമീറ്റർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 144 കിലോമീറ്റർ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുള്ള റോഡുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 450 കിലോമീറ്റർ പൂർത്തീകരിച്ചു എന്ന് മുഹമ്മദ് റിയാസ് തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, പെർപ്പച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി അവസാനിക്കുമ്പോൾ അടുത്ത പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകെ 1,750 കിലോമീറ്റർ റോഡാണ് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ ചെലവിൽ
കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ട് റീച്ചുകളുടെ മാത്രം ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഈ ചർച്ചയെ മുഴുവൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചു. ശരി ശരി.